ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇടുക്കി തോപ്രാംകുടി സഹകരണ ബാങ്ക് തട്ടിപ്പിന് വിധവകളായ സഹോദരിമാരും ഇരകളായി. മേലെ ചിന്നാർ സ്വദേശികളായ അന്നമ്മയ്ക്കും മോളിക്കും കിട്ടാനുള്ളത് 40 ലക്ഷത്തോളം രൂപയാണ്. 12% പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പണം തിരികെ നൽകണമെന്ന സഹകരണ ഓംബുഡ്സ്മാൻ ഉത്തരവ് ഇറക്കിയിട്ടും രക്ഷയില്ല. അത് ഇവർ പലിശ കൂടുതൽ തരാമെന്ന് പറഞ്ഞാണ്, 12% പലിശ തരാമെന്ന് പറഞ്ഞാണ് എന്നെക്കൊണ്ട് തിരിച്ചെടുപ്പിച്ച് ഈ ബാങ്കിൽ ഇട്ടത്. എൻ്റെ കെട്ടിടത്തിലാണ് ബാങ്കിൻ്റെ ശാഖ നടക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവിടെ ഇട്ടതാണ് പൈസ. ചിട്ടി പിടിച്ചതും പിന്നെ എൻ്റെ ഈ കെട്ടിടത്തിൻ്റെ വാടക എല്ലാം കൂടെ കൂട്ടി 28.5 ലക്ഷം രൂപ FD കിടപ്പുണ്ട് അവിടെ. പിന്നെ അല്ലാതെ സേവിങ്സിൽ ഈ വേറെ RDയിൽ കൂടിയ പൈസയൊക്കെ കൂടെ കിടക്കുന്ന അതും അവിടെ കിടപ്പുണ്ട്. എന്നാലും തരാമെന്ന് പറയുന്നതല്ലാതെ ഒരു പൈസയും തരുന്നില്ല. ഇവരുടെ ഓംബുഡ്സ്മാനും പരാതി നൽകി. ആ പരാതി നടപ്പിലാക്കി തരാൻ വേണ്ടി അവർ ഓർഡർ ഇട്ടു. AR ഓഫീസിലും മന്ത്രിയുടെ ഓഫീസിലും ഞാൻ പരാതി കൊടുത്തു. അവരെല്ലാവരും ഓർഡർ ഇട്ടു പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ്. ഞാൻ വിദേശത്ത് പോയിരുന്ന ഞാൻ പോലും ഇന്ന് തിരിച്ചു വരുമായിരുന്നു ചെയ്തത്, ഇങ്ങനെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്. റിക്കാർഡിക്കലായിട്ട് അവിടെ നിക്ഷേപങ്ങളുണ്ട്, പക്ഷേ ഒന്നും നമുക്ക് തരുന്നില്ല. വല്ലപ്പോഴും ഇങ്ങനെ കരഞ്ഞു കാല് പിടിച്ച് ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ തന്ന് നമ്മളെ സമാധാനപ്പെടുത്തും. അതാണ് അവർ ചെയ്യുന്നത്. അതാണ് അവസ്ഥ. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, എന്താണിത്? റെക്കോർഡിക്കലായി പണം അവിടെയുണ്ട്, പക്ഷെ അത് നൽകുന്നില്ല. വലിയ തട്ടിപ്പാണല്ലോ നടത്തിയിരിക്കുന്നത്. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച കൂടുതൽ പരാതികൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം കുറേയധികം ആളുകൾ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ നമ്മൾ പുറത്തു വിടുന്നത് 2 പേരുടെ, അതായത് വിധവകളായിട്ടുള്ള 2 പേർ അവിടെ പണം നിക്ഷേപിച്ച ശേഷം ആ പണം തിരികെ ലഭിച്ചില്ല എന്ന പരാതിയാണ്. മേലച്ചിന്നാർ സ്വദേശിയായിട്ടുള്ള അന്നമ്മയ്ക്കും സഹോദരി മോളിക്കും കൂടി ലഭിക്കാനുള്ളത് 40 ലക്ഷം രൂപയാണ്. ഈ അന്നമ്മയുടെ കെട്ടിടത്തിലായിരുന്നു മേലച്ചിന്നാറിൽ ഈ സഹകരണ സ്ഥാപനത്തിന്റെ ഒരു ശാഖ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഈ അന്നമ്മയെ ബന്ധപ്പെടുകയും അവിടെ പണം നിക്ഷേപിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന 8% പലിശയ്ക്ക് നിക്ഷേപിച്ചിരുന്ന ആ പണം അവിടെ നിന്നും പിൻവലിച്ച ശേഷമാണ് 12% വായ്പ പലിശ നൽകാമെന്ന വാഗ്ദാനത്തോടു കൂടി ഇവിടെ പണം നിക്ഷേപിച്ചതെന്നാണ് അന്നമ്മ തന്നെ പറയുകയും ചെയ്യുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ബാങ്കിനെ സമീപിച്ചെങ്കിലും 1 രൂപ പോലും തിരികെ നൽകാൻ അധികൃതർ തയ്യാറായില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇരുവരും തയ്യൽ ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണ് ഇത്തരത്തിൽ 28 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾക്ക്, അന്നമ്മയ്ക്ക് മാത്രം 28 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിൽ പലിശ പോരാഞ്ഞിട്ട് മുതലിന്റെ 1 രൂപ പോലും ഇത്രയും കാലമായിട്ടും തിരിച്ച് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മോളിക്കാണെങ്കിൽ 12 ലക്ഷത്തോളം രൂപയാണ് അവിടെ നിന്ന് ലഭിക്കാനുള്ളത്. മോളിയും ഈ തയ്യൽ ജോലി ചെയ്ത് ലഭിച്ചിരുന്ന പണമാണ്. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൂടി ചേർത്താണ് അവിടെ 1 വർഷത്തേക്ക് ഫിക്സഡ് ആക്കി ഇടുകയും ചെയ്തത്. ആ 1 വർഷ കാലാവധി കഴിയുമ്പോൾ തിരികെ നൽകാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ തുക ഇതുവരെ ലഭിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഓംബുഡ്സ്മാൻ ഉൾപ്പെടെ ഇവർ പരാതി നൽകുകയും ഈ പണം തിരികെ നൽകണമെന്ന് ഓംബുഡ്സ്മാൻ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ആ ഉത്തരവൊന്നും പാലിക്കാൻ ഇതുവരെയും ബാങ്ക് തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ബാങ്കിനെതിരെയുള്ള അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ 10 കോടി രൂപ ഈ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആരിൽ നിന്നും ഈ പണം ഈടാക്കി നിക്ഷേപകർക്ക് തിരികെ നൽകണം എന്നതിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന് 2ാം ഘട്ടത്തിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നതാണ് സഹകരണ വകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി, രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 12% പലിശ വാഗ്ദാനം ചെയ്താണ് ഇത്ര വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്.